ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 3 നമ്മൾ ഓറൽ പ്രസൻറ്റേഷൻ എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓറൽ പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൗ വി ക്യാൻ ഡിഫൈൻ ആൻ ഓറൽ പ്രസൻറ്റേഷൻ. ആൻ ഓറൽ പ്രസൻറ്റേഷൻ ഓൾസോ നോൺ ആസ് പബ്ലിക് സ്പീക്കിംഗ് ഓർ സിംപ്ലി പ്രസൻറ്റേഷൻ കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് വെർബലി അഡ്രസ്സിങ് ആൻ ഓഡിയൻസ് ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ ഓറൽ പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ പേഴ്സണെ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്രസ്സ് ചെയ്യുന്നു. അതിനെയാണ് ഓറൽ പ്രസൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഓറൽ പ്രസൻറ്റേഷൻ ഓൾസോ നോൺ ആസ് പബ്ലിക് സ്പീക്കിംഗ് or simply presentation consisting of an individual or a group of verbally addressing an audience on a particular topic. അപ്പോൾ അതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് വോയിസ് മോഡുലേഷൻ. അപ്പോൾ വോയിസ് മോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് വോയിസ് മോഡുലേഷൻ? വോയിസ് മോഡുലേഷൻ ഈസ് അഡ്ജസ്റ്റിംഗ് യുവർ പിച്ച് ആൻഡ് വോളിയം വൈൽ സ്പീക്കിംഗ് ആൻഡ് give stress to a particular word which should be sound different. അപ്പോൾ എന്താ കൺസെപ്റ്റ്? വാട്ട് ഈസ് വോയിസ് മോഡുലേഷൻ? വോയിസ് മോഡുലേഷൻ എന്ന് വെച്ചാൽ പബ്ലിക് സ്പീക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈസ് അഡ്ജസ്റ്റിംഗ് യുവർ പിച്ച് ആൻഡ് വോളിയം വൈൽ സ്പീക്കിംഗ് ആൻഡ് ഗിവ് സ്ട്രെസ് ടു എ പർട്ടിക്കുലർ വേർഡ്. ഇതിനെയാണ് വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഗിവൺ ബിലോ 5 ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് വിച്ച് കംപ്ലീറ്റ് ദ വോയിസ് മോഡുലേഷൻ. അപ്പോൾ വോയിസ് മോഡുലേഷനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. ഒന്നാമത്തത് പിച്ച് എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് പിച്ച് എന്ന് വെച്ചാൽ എന്താണ്? പിച്ച് ദ റിലേറ്റീവ് ഹൈനെസ് ഓർ ലോനെസ് ഓഫ് എ ടോൺ ആസ് പെർസീവ്ഡ് ബൈ ദ ഇയർ. അതിനാണ് പിച്ച് എന്ന് പറയാം. അതായത് പിച്ച് ദ റിലേറ്റീവ് ഹൈനെസ് ഓർ ലോനെസ് ഓഫ് എ ടോൺ, ഓക്കെ, ആസ് പെർസീവ്ഡ് ബൈ ദ ഇയർ. ദിസ് ഈസ് കോൾഡ് പിച്ച്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വോക്കൽ കോഡ്സ്. ഓക്കെ, സോ എന്താണ് പിച്ച് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് വോളിയം ഈസ് ദ ലൗഡ്നെസ് ഓഫ് ദ സ്പീക്കർ. അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോസ് എന്ന് വെച്ചാൽ എന്താണ്? പോസ് ഈസ് എ പ്ലേസ് വെർ സ്പീക്കർ സ്റ്റോപ്പ് സ്പീക്കിംഗ് ഫോർ എ സെക്കൻഡ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴിടയ്ക്ക് വരുന്ന ബ്രേക്സിനെ എന്ത് പറയാം? പോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെമ്പോ. വാട്ട് ഈസ് ടെമ്പോ? ടെമ്പോ ഈസ് ദ സ്പീഡ് വിച്ച് ഡിഫൈൻസ് ഹൗ ഫാസ്റ്റ് ദ സ്പീക്കർ ഈസ് സ്പീക്കിംഗ്. അപ്പോൾ ടെമ്പോ എന്ന ടേം മനസ്സിലാക്കുക. ഓക്കെ, ടെമ്പോ. നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? Expression means is the important for a speaker to convey his message to the listener. അപ്പോൾ എക്സ്പ്രഷൻ്റെ യൂസ് എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ലിസണേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോൺ ഓഫ് വോയിസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കുക, വോയിസ് മോഡുലേഷൻ പറഞ്ഞു. അപ്പോൾ വോയിസ് മോഡുലേഷനിൽ എന്താണ് വോയിസ് മോഡുലേഷൻ? നെക്സ്റ്റ് 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഏതൊക്കെയാണ് 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്? പിച്ച്, വോളിയം, പിന്നെ പോസ്, ഏതൊക്കെയാണ്? പിച്ച്, വോളിയം, പോസ്, പിന്നെ വോയിസ് മോഡുലേഷനിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് ടെമ്പോ, എക്സ്പ്രഷൻ. അടുത്തത് ടോൺ ഓഫ് വോയിസ്. ടോൺ ഓഫ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? ടോൺ ഓഫ് വോയിസ് ഈസ് യുവർ എബിലിറ്റി ടു ചേഞ്ച് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് യു സേ ബൈ ചേഞ്ചിങ് യുവർ പിച്ച്, സ്ട്രെസ്, വോളിയം ആൻഡ് ടെമ്പോ. അപ്പോൾ ടോൺ ഓഫ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത്
പിച്ച്, സ്ട്രെസ്, വോളിയം, ടെമ്പോ, നമ്മൾ മുന്നേ പറഞ്ഞ ആ 5 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചേഞ്ച് ദ മീനിങ് ഓഫ് വേർഡ്സിന്റെ മീനിങ് മാറ്റുന്നത്. അതിനെയാണ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയുന്നത്. ടോൺ ഓഫ് വോയിസ് ബിക്കോസ് ലിസണേഴ്സ് യൂസ് to interpret your message. Being sensitive to how to use your tone of voice affects what they bear can make you a better communicator. Soft tone voice tell you the person with whom you are speaking is shy, while a loud, strong voice let you know that he is overconfident or aggressive. അപ്പോൾ ഇവിടെ പറയുന്നത് ടോൺ ഓഫ് വോയിസ് എന്ന് വെച്ചാൽ 2 ടൈപ്പിൽ വരാം. ഒന്നാമത്തെന്ന് വെച്ചാൽ എന്താവാം, സോഫ്റ്റ് ആയിട്ട് ടോൺ ഓഫ് വോയിസ് വരാം. പിന്നെ ഉള്ളത് ലൗഡ് ഓർ സ്ട്രോങ് വരാം. അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി എന്താണ്, മോശമാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ടോൺ ഓഫ് വോയിസ് എന്ന് വെച്ചാൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ലിസണേഴ്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യും. പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കേസിൽ സോഫ്റ്റ് ടോൺ ഓഫ് വോയിസ് ആണെങ്കിൽ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക, ലിസണേഴ്സ് എങ്ങനെയാണ്, ഷൈ ആണെന്ന ഒരു ഇന്റർപ്രിട്ടേഷനാണ് വരുമെന്നാണ് പറയുന്നത്. പിന്നെ അതേസമയം ലൗഡ് ആണെങ്കിൽ എന്ത് വരും, ഓവർ കോൺഫിഡൻറ്റ് ഓർ അഗ്രസീവ് ആണെന്നൊരു മീനിങ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോൺ ഓഫ് വോയിസ് എന്ന് വെച്ചാൽ പബ്ലിക് സ്പീക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. ഒന്നാമത്തത് ഏതാണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, വോയിസ് മോഡുലേഷൻ. സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ടോൺ ഓഫ് വോയിസ്. തേർഡ് എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്ക്രൈബിങ് എ പ്രസന്റേഷൻ പ്രോസസ്. ഓക്കെ, തേർഡ് വൺ എന്ന് വെച്ചാൽ ഡിസ്ക്രൈബിങ് എ പ്രസന്റേഷൻ പ്രോസസ്. ഓക്കെ, ഓഡിയൻസ്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസ് എന്താണ്, ഫോക്കസ് യുവർ പ്രസന്റേഷൻ ഓൺ ദ ഓഡിയൻസ്. യുവർ പ്രസന്റേഷൻ ഈസ് നോട്ട് അബൌട്ട് how much you can say, but about how much your audience can understand. Okay, അപ്പോൾ ഡിസ്ക്രൈബിങ് എ പ്രസന്റേഷൻ പ്രോസസ്സിൽ പറയുന്ന ഫസ്റ്റ് ഓഡിയൻസ് എന്ന പോയിന്റ് ആണ്. അപ്പോൾ അതായത് ഓഡിയൻസിന് എത്രത്തോളം മനസ്സിലാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്ര കൂടുതൽ കണ്ടന്റ്സ് കൊടുക്കുന്നതിലല്ല, ഓഡിയൻസിന് അതെങ്ങനെ എത്രത്തോളം മനസ്സിലാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഓർഗനൈസ് യുവർ ഇൻഫർമേഷൻ ഇൻ ടു 3 to 5 പോയിന്റ്സ്. അപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 3 to 5 പോയിന്റ്സിൽ അത് പ്രസന്റ് ചെയ്ത് തീർക്കാൻ നോക്കണം. ബിൽഡ് റിപ്പീറ്റേഷൻ. ലിസണിങ് ഇസ് മച്ച് ഡിഫറെന്റ് ദാൻ റീഡിങ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, അതായത് റിപ്പീറ്റേഷൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാം. ബിൽഡ് റിപ്പീറ്റേഷൻ എന്നാണ് പറയുന്നത്. സോ audience cannot go back and read over something they have missed or did not understand. So എന്ത് ചെയ്യണം, പ്രസന്റേഷനിൽ റിപ്പീറ്റേഷൻ ചെയ്യുക. നെക്സ്റ്റ്, ലാസ്റ്റ് ഇൻട്രഡക്ഷൻ വേണം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇഫ് നീഡഡ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇഫ് ഈസ് നീഡഡ്. സോ ഇത്രയും പോയിന്റ്സ്. പിന്നെ ലാസ്റ്റിലുള്ളത് മെയിൻ ബോഡി ആണ്. സോ മെയിൻ ബോഡി എന്ന് വെച്ചാൽ എന്താണ്, മെയിൻ ബോഡി explain your points, give clear explanation, use transition between section of your presentation, introduction, body, conclusion, as well as between points in your main body section. Then use analogies and stories to explain complicated ideas to build repetition and to build repetition. അപ്പോൾ ലാസ്റ്റ് വൺ ഇസ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്താ പറയുന്നത്, സിഗ്നൽ യുവർ കൺക്ലൂഷൻ വിത്ത് എ ട്രാൻസിഷൻ, സമ്മറൈസ് യുവർ പോയിന്റ്സ്, റെഫർ ടു അപ്പോൾ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ സിഗ്നൽ യുവർ കൺക്ലൂഷൻ വിത്ത് എ ട്രാൻസിഷൻ. അപ്പോൾ കൺക്ലൂഷനിൽ എത്തുമ്പോൾ എന്ത് വേണം, നമ്മളിപ്പോൾ നോർമലി സംസാരിച്ച പോലെ ആയിരിക്കില്ല, കൺക്ലൂഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാം, അത് സിഗ്നൽ ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ സമ്മറൈസ് യുവർ പോയിന്റ്സ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, റിഫർ ടു ഫ്യൂച്ചർ ആക്ഷൻ ഇഫ് നീഡഡ്. എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് റെഫർ ചെയ്യണം. എൻഡ് വിത്ത് താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺക്ലൂഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും
ടോപ്പിക്സ് മനസ്സിലാക്കുക. ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ഓറൽ പ്രസൻറ്റേഷൻ എന്താന്ന് പറഞ്ഞു. പിന്നെ ഓറൽ പ്രസൻറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ വോയിസ് മോഡുലേഷൻ. വോയിസ് മോഡുലേഷനിൽ പിച്ച്, വോളിയം, പോസ്, ടെമ്പോ, എക്സ്പ്രഷൻ ഇതൊക്കെ വരും. ഹലോ, ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്ന ടോൺ ഓഫ് വോയിസ്. പിന്നെ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഓഡിയൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യണം, അവർക്ക് സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിൽ. ഓർഗനൈസ് യുവർ ഇൻഫർമേഷൻ ടു 3 to 5 പോയിന്റ്സ്. റിപ്പീറ്റേഷൻ യൂസ് ചെയ്യണം. പിന്നെ പറയുന്നത് എന്താണ്, ഇൻട്രഡക്ഷൻ വേണം. പിന്നെ മെയിൻ ബോഡി ഉണ്ടായിരിക്കണം. മെയിൻ ബോഡിയിൽ എന്തൊക്കെ വേണം, ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന രീതി. ഓക്കെ, പ്രസന്റേഷൻ സ്കിൽസിനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് പറയുന്നത്. പ്രസന്റേഷൻ സ്കിൽസ്, ഓറൽ പ്രസന്റേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ പ്രസന്റേഷൻ സ്കിൽസ് എന്ന ടോപ്പിക്കിലാണ് അടുത്തായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രസന്റേഷൻ സ്കിൽസ് എന്ന് വെച്ചാൽ, പ്രസന്റേഷൻ സ്കിൽസ്, ഓറൽ പ്രസന്റേഷൻ, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ ഓറൽ പ്രസന്റേഷൻ മീൻസ് ഡെലിവറിങ് ആൻ അഡ്രസ് ടു എ പബ്ലിക് ഓഡിയൻസ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഓറൽ പ്രസന്റേഷൻ. നെക്സ്റ്റ്, ഓറൽ പ്രസന്റേഷൻ ടൈപ്പിക്കലി ഇൻവോൾവ് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ ഓറൽ പ്രസന്റേഷനിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 1 പ്ലാനിങ്, 2 പ്രാക്ടീസിങ്, 3 പ്രസന്റിങ്. അപ്പോൾ ഓറൽ പ്രസന്റേഷൻ നമുക്ക് പെട്ടെന്നൊന്നും ഒരിക്കൽ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിനു വേണ്ടി എന്ത് വേണം? പ്ലാനിങ് വേണം, പ്രാക്ടീസിങ് വേണം, പ്രസന്റിങ് വേണം. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ 4 Cs എന്തൊക്കെയാണ്? ഇത് കണ്ടോ, അതായത് ഓറൽ പ്രസന്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ 4 Cs എന്ന് പറയും. 4 Cs എന്ന് പറയും. 4 C. അതായത് ഏതൊക്കെയാണ്? കാം, കോൺഫിഡൻറ്റ്, ക്ലിയർ, കൺസൈസ്. ഓക്കെ, ഇതാണ് 4 Cs. പിന്നെ അടുത്തത് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഓറൽ പ്രസന്റേഷൻ്റെ കാര്യമാണ്. ഓറൽ പ്രസന്റേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. സോ ഓറൽ പ്രസന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, പബ്ലിക് സ്പീക്കിംഗ്. ഇറ്റ് ക്യാൻ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ യു നോ ഓർ എ ക്രൗഡ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, ഇതുണ്ട്. പബ്ലിക് സ്പീക്കിങ്ങും ഓറൽ പ്രസന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രേഞ്ചേഴ്സിൻ്റെ മുന്നിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക് സ്പീക്കിംഗ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കുക. പബ്ലിക് സ്പീക്കിംഗ് എന്ന് വെച്ചാൽ സ്ട്രേഞ്ചേഴ്സിന് മുന്നിലായിരിക്കും പ്രസൻറ്റേഷൻ നടത്തേണ്ടി വരിക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ അൺലൈക്ക് എ പ്രസൻറ്റേഷൻ ദർ നോർമലി ഇസ് നോട്ട് എ ലോട്ട് ഓഫ് opportunity for interaction between the audience and the speaker. The speaker speaks and the audience listen. ഇതാണ് കൺസെപ്റ്റ്. അതായത് സ്പീക്കർ എന്ത് ചെയ്യും, സ്പീക്ക് ചെയ്യും, ഓഡിയൻസ് ലിസൺ ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു പബ്ലിക് സ്പീക്കിംഗ്, ഒരു പബ്ലിക് മീറ്റിങ്ങിൽ എന്ത് ചെയ്യില്ല, ഓഡിയൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ ഈ സ്പീക്ക് ചെയ്യുന്ന ആളോട് ഇൻറ്ററാക്ട് ചെയ്യാനൊന്നും പോവില്ല. ഓക്കെ, അതായത് ഇപ്പം ഒരു മുഖ്യമന്ത്രി ഒരാളോട്, ഒരു ഓഡിയൻസിനോട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും, മുഖ്യമന്ത്രി സ്പീച്ച് ചെയ്യും, മറ്റുള്ളവർ കേൾക്കും. ഓക്കെ, അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇവിടെ ദ സ്പീക്കർ സ്പീക്സ് ആൻഡ് ദ ഓഡിയൻസ് ലിസൺസ്. ഓക്കെ, ദർ ആർ 6 steps ടു സക്സസ്ഫുൾ സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ്, അതായത് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ 6 steps ആണ്. പ്രാക്ടീസ് യുവർ ഡെലിവറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോപ്പിക്സ് ഉള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ്, 6 പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പബ്ലിക് സ്പീക്കിങ്ങിൽ 6 പോയിന്റ്സ് ശ്രദ്ധിക്കണം. ഇവിടെ എത്രയാണ്? 4 Cs. അതുപോലെ 6
പോയിന്റ്സ് ശ്രദ്ധിക്കണം പബ്ലിക് സ്പീക്കിങ്ങിൽ. ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് അടുത്തത് 4 മെയിൻ ടൈപ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഏതൊക്കെയാണ്? എന്റർടൈനിങ് സ്പീച്ച്, ഇൻഫർമേറ്റീവ് സ്പീച്ച്, പെർsuasive സ്പീച്ച്, ഇൻസ്പിറേഷണൽ സ്പീച്ച്. 4 ടൈപ്സ്. ഓക്കെ, ഇതുണ്ടോ? 4 ടൈപ്സ് ഓഫ് പബ്ലിക് സ്പീച്ചിങ് ആണ് ഇവിടെ തന്നെ. എന്റർടൈനിങ് ആവാം, ഇൻഫർമേറ്റീവ് ആവാം, പെർsuasive സ്പീച്ച് ആവാം, ഇൻസ്പിറേഷണൽ സ്പീച്ച് ആവാം. ഈ പെർsuasive എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഒരു സാധനം വാങ്ങാൻ വേണ്ടി, ബൈ എ സർട്ടൻ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീച്ച് നടത്തൂലേ? ഇപ്പം റോഡ് സൈഡിലൊക്കെ ചിലർ ഷോ ഒക്കെ വെക്കുന്നുണ്ടാവില്ല ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സ്പീച്ച് തന്നെയാണ് പെർsuasive സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. സോ ബിസിനസ് പ്രസൻറ്റേഷൻ. അടുത്തെന്ന് വെച്ചാൽ ബിസിനസ് പ്രസൻറ്റേഷൻ. അപ്പോൾ ബിസിനസ് പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? Business presentation is a formal tutorial or introduction of business practices or products. A business presentation is typically carried out only using audio or visual presentation material. അപ്പോൾ it is a formal tutorial. Okay, it is a formal presentation. Okay, formal tutorial or introduction to business practices. Introduction to business practices of product. So അവിടെ എന്തുണ്ടാവും? വിഷ്വൽ മെറ്റീരിയൽസ് ഉണ്ടാവും എന്ന് പറയുന്നു. വിഷ്വൽ പ്രസൻറ്റേഷൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യും ബിസിനസ് പ്രസൻറ്റേഷനിൽ. പിന്നെ 2 മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബിസിനസ് പ്രസൻറ്റേഷൻസ് ആർ സെയിൽസ് പ്രസൻറ്റേഷൻ. നിങ്ങൾക്കറിയാം സെയിൽസ് പ്രസൻറ്റേഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരുന്നില്ലേ? അതൊക്കെ എന്താണ്? സെയിൽസ് പ്രസൻറ്റേഷൻ ആണ്. ഇൻട്രാ ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇൻട്രാ ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു, അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആർ കണ്ടക്റ്റഡ് ബൈ 1 or more members of an organization to their co-workers. ഓക്കെ, അതായത് co-workersന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗ് നടക്കുന്നു. ആ ബിസിനസ് മീറ്റിങ്ങിൽ ഒരു 10 or 13, 20 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ഇടയിൽ നടക്കുന്ന പ്രസൻറ്റേഷൻ എന്ത് പറയാം? ഇൻട്രാ ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ. സെയിൽസ് പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ ക്ലയൻറ്റ് ഓർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കും. നെക്സ്റ്റ് അടുത്തത് പ്രിപ്പറേഷൻസ്. പ്രിപ്പറേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മേക്കിംഗ് എ സക്സസ്ഫുൾ പ്രസൻറ്റേഷൻ ആൻഡ് യു ഷുഡ് ഡെഡിക്കേറ്റ് ആസ് മച്ച് ആസ് ടൈം ആസ് ഇറ്റ് ഈസ് പോസിബിൾ. സോ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പബ്ലിക് സ്പീച്ചിങ് ആയാലും ഓറൽ പ്രസൻറ്റേഷൻ ആയാലും ബിസിനസ് പ്രസൻറ്റേഷൻ ആയാലും എല്ലാത്തിലും എന്ത് ആവശ്യമുണ്ട്? പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മേക്കിംഗ് എ സക്സസ്ഫുൾ presentation and you should dedicate as much as time as possible, avoiding shortcuts. There are number of aspects that you need to consider when preparing a presentation. They include the aim of the presentation, the subject matter. So അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രിപ്പറേഷനിൽ. ദേ ഇൻക്ലൂഡ് എയിം ഓഫ് ദ പ്രസൻറ്റേഷൻ, ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണം. എയിം ഓഫ് ദ പ്രസൻറ്റേഷൻ, സബ്ജക്റ്റ് മാറ്റർ, ഓഡിയൻസ്, പേസ്. ഓക്കെ, പേസ്, ദ ടൈം ഓഫ് ദ ഡേ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ടോപ്പിക്. അപ്പോൾ നെക്സ്റ്റ് ഓർഗനൈസിങ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കാണ്. ഓർഗനൈസിങ് മെറ്റീരിയൽസ് എന്താ വരുന്നത്? ഓർഗനൈസിങ് പ്രസൻറ്റേഷൻ ഇൻക്ലൂഡ് ബ്ലൂ സ്കൈ തിങ്കിങ്. അപ്പോൾ ഓർഗനൈസിങ് ദ മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓർഗനൈസിങ് ദ മെറ്റീരിയൽസിൽ എന്ത് വരുന്നു? ഇത് ഓർഗനൈസിങ് എന്നാണ് പറയുന്നത്. ഓർഗനൈസിങ് ദ മെറ്റീരിയൽ. അതിൽ ഓർഗനൈസിങ് പ്രസൻറ്റേഷൻ ഇൻക്ലൂഡ് ബ്ലൂ സ്കൈ തിങ്കിങ്, ദ ഐഡിയാസിന് എന്താ പറയുക? ബ്ലൂ സ്കൈ തിങ്കിങ്. കീപ്പിംഗ് യുവർ ഒബ്ജക്റ്റീവ് ഇൻ മൈൻഡ്, റൈറ്റ് ഡൗൺ ഓൾ ദ പോയിന്റ്സ് യു വിഷ് ടു മേക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഓർഗനൈസ് ചെയ്യണം. അതെങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു? ബ്ലൂ സ്കൈ തിങ്കിങ് എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് മൈൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? റൈറ്റ് ഡൗൺ ദ ഓൾ പോയിന്റ്സ് യു വിഷ് ടു മേക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഓർഡർ. Then selecting the main point, keeping the idea that the talk should be divided into 3 sections.
ഫസ്റ്റ് ഇസ് ഇൻട്രഡക്ഷൻ, മെയിൻ കണ്ടന്റ്, കൺക്ലൂഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീച്ചിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇൻട്രഡക്ഷൻ, മെയിൻ കണ്ടന്റ്, കൺക്ലൂഷൻ. Divide next, decide whether to illustrate. If a presentation is short and informal, it is probably not necessary to use any visual article. Use visual illustrations, if anything, expanding, classifying, or simplifying. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ ആവശ്യമാണോ എന്ന് നോക്കുക. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ അത് കൊണ്ടുവരും. അതായത് വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ഇല്ലുസ്ട്രേഷൻസ് കൊണ്ടുവരും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ഇൻട്രഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ സ്പീച്ചിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട് എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇൻട്രഡക്ഷൻ ഷുഡ് ഗിവ് എ പ്രിവ്യൂ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു സേ ആൻഡ് ഷുഡ് ഗെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ ലിസണേഴ്സ്. Conclusion should repeat the main points, but this time try to use different words and summarize the main point and argument. Okay. അപ്പോൾ ഇൻട്രഡക്ഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, കൺക്ലൂഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ്, സെൽഫ് ഇൻട്രഡക്ഷൻ. അപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് പറയാം, സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് എന്ത് പറയാം, സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് പറയാം. Okay, so ഹലോ. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 3 ആണ് ഇപ്പം പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹലോ. ഓക്കെ, നിങ്ങളിത് വായിക്കുക, നോട്ട്സ് തരാം, നോട്ട്സ് യൂസ് ചെയ്ത് വായിച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ്. സോ ഞാനിതെടുത്ത് കവർ ചെയ്ത് പോകുന്നു, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. സോ സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് പബ്ലിക് സ്പീച്ചിങ്ങിൽ നിങ്ങളെ കുറിച്ചിട്ട് സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ഇൻ എ പ്രസന്റേഷൻ ഈസ് മോർ ദാൻ ജസ്റ്റ് സേയിങ് യുവർ നെയിം. ഇറ്റ് ക്യാൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഷെയർ റിലവൻറ്റ് ഡീറ്റെയിൽസ്. അതായത് ജസ്റ്റ് നിങ്ങളുടെ നെയിം പറയല്ല, share relevant details about yourself and connect with it to your audience. ഇതിനെയാണ് സെൽഫ് ഇൻട്രഡക്ഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ എന്താണെന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ് സെൽഫ് ഇൻട്രഡക്ഷൻ? അതായത് നിങ്ങളെ കുറിച്ചിട്ട് തന്നെ ഇൻട്രഡക്ഷൻ കൊടുക്കുക, അത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത്. അപ്പോൾ ബി ഷുവർ ടു പ്രിപ്പയർ ഇൻട്രഡക്ഷൻ ഇൻ അഡ്വാൻസ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ അറ്റൻഷൻ ഗ്രാബിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. അതായത് ബി ഷുവർ ടു പ്രിപ്പയർ ഇൻട്രഡക്ഷൻ ഇൻ അഡ്വാൻസ്. അപ്പോൾ നിങ്ങളൊരു പബ്ലിക് സ്പീച്ചിന് പോകുമ്പോൾ എന്ത് ചെയ്യണം, ഇൻട്രഡക്ഷൻ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവിടെ പോയാൽ നമുക്ക് ഇൻട്രഡക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇൻട്രഡക്ഷൻ ടു ഇൻ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആൻഡ് സ്റ്റാർട്ട് വിത്ത് അറ്റൻഷൻ ഗ്രാബിംഗ് ടെക്നിക്ക്. അറ്റൻഷൻ ഗ്രാബിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യണം. അതായത് ഓഡിയൻസിനെ നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം. അറ്റൻഷൻ ഗ്രാബിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യണം ടു കണക്ട് ടു ദ ഓഡിയൻസ്. അല്ലെങ്കിൽ അവർക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റേറ്റ് യുവർ നെയിം ക്ലിയർലി. യു വാണ്ട് ദ ഓഡിയൻസ് ടു റിമെമ്പർ യുവർ നെയിം. അപ്പോൾ നിങ്ങളുടെ നെയിം എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം കറക്റ്റായിട്ട്. പിന്നെ അത് അവർ ഓർമ്മിക്കണം. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് യുവർ കോൺട്രിബ്യൂഷൻ ടു ഗെറ്റ് ദ ഓഡിയൻസ് എക്സൈറ്റഡ്. അടുത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് പറയണം. ഓക്കെ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറയണം, അത് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യിക്കണം. Think about how you will help your audience and briefly communicate that rather than listing your credential and the job title. Ask yourself what specific skills and experience you have that would interest your audience and introduce yourself with those. അപ്പോൾ അടുത്ത് പറയുന്നത് വാട്ട് സ്പെസിഫിക് സ്കിൽ. അതായത് നിങ്ങൾക്കുള്ള സ്പെസിഫിക് സ്കിൽസ് എന്താണ് ആൻഡ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അത് ഈ ഓഡിയൻസിനെ എങ്ങനെ
അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചിട്ട് ഒരു നിങ്ങൾ ആലോചിക്കണമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് യുവർ ടോപ്പിക് early on to show your listeners why they should be interested in your speech. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ പാർട്ടിൽ നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ കൊടുക്കുക. അത് ഓഡിയൻസിന് കുറെ കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിൽ. പിന്നെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് സ്കോപ്പ് ഓഫ് യുവർ സ്പീച്ച് വെൻ യു ഇൻട്രൊഡ്യൂസ് യുവർ ടോപ്പിക്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക. അതിൻ്റെ സ്കോപ്പ്, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്റ്റേറ്റ് യുവർ തീസിസ് ആൻഡ് purpose clearly and with emphasis in one or three sentences. അതായത് പർപ്പസ് ക്ലിയർ ആയിട്ട് പറയുക, അത് 1 to 3 സെന്റൻസിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് യുവർ മെയിൻ പോയിന്റ്സ് ബിഫോർ യു ലോഞ്ച് ഇൻ ടു ദ ബോഡി ഓഫ് ദ സ്പീച്ച്. അപ്പം ഓവർവ്യൂ ഓഫ് യുവർ മെയിൻ പോയിന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഈ 3 പോയിന്റ്സ് നോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്പീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് 3 പോയിന്റ്സ്. സ്കോപ്പ് ഓഫ് യുവർ സ്പീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പർപ്പസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക 1 to 3 സെന്റൻസസിൽ, ഓവർവ്യൂ ഓഫ് യുവർ മെയിൻ പോയിന്റ്സ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ്. Oral presentations are carefully followed up with a question and answer session. Listen to the entire question before you begin the answer any question. Force yourself to listen to the entire question and make sure you understand the question. Pause and allow yourself to value the question and listener. Repeat the question and loudly so that the entire audience can hear it. By doing so, it allows you to some additional time to evaluate the question and formulate. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടോപ്പിക്കിൽ ആൻസറിങ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് പബ്ലിക് സ്പീച്ചിങ്ങിൽ എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷൻസ് ഉണ്ടാവും. അതിലെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ എന്തൊക്കെ പോയിന്റ്സ് എന്ന് പറഞ്ഞ് oral presentations are usually followed up with a question and answer sessions. അതായത് ഓറൽ പ്രസന്റേഷനിൽ എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ അറ്റ് ദ ലാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ലിസൺ ടു ദ എൻറ്റയർ ക്വസ്റ്റ്യൻ ബിഫോർ യു ബിഗിൻ ടു ദ ആൻസർ എനി ക്വസ്റ്റ്യൻ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് വേണം, ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് കേൾക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. പിന്നെ അടുത്തത്, ലിസൺ ടു ദ എൻറ്റയർ ക്വസ്റ്റ്യൻ ബിഫോർ യു ബിഗിൻ ദ ആൻസർ എനി ക്വസ്റ്റ്യൻ. ഫോഴ്സ് യുവർ സെൽഫ് ടു ലിസൺ ടു ദ എൻറ്റയർ ക്വസ്റ്റ്യൻ ആൻഡ് മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. പോസ് ആൻഡ് അലോ യുവർ സെൽഫ് ടു വാല്യൂ ദ ക്വസ്റ്റ്യൻ ആൻഡ് ലിസണർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ പ്രാക്ടീസ്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? പ്രാക്ടീസിങ് എ പ്രസൻറ്റേഷൻ ഈസ് എ പേഴ്സണൽ പ്രോസസ്. ദർ ആർ 8 steps ഫോർ പ്രിപ്പയറിങ് ടു പ്രസൻറ്റ്. അപ്പോൾ ഒരു പ്രസൻറ്റേഷന്, ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷന് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? 8 steps ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ബിഗിൻ വിത്ത് കൺസെപ്റ്റുവലൈസേഷൻ. രണ്ടാമത്തത് internalize, don't memorize. Next, present out loud. Present standing up. Present in the clothes you are going to wear. Okay, അതായത് നിങ്ങളിപ്പം വീട്ടിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യില്ല. ഇപ്പം സപ്പോസ് നാളെ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൈം ഇറ്റ്. See where you are presenting.
വിഷ്വലൈസ് യുവർ സക്സസ്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഇവിടെ ടോപ്പിക് നോക്കുക, ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ പ്രാക്ടീസ്. ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ പ്രാക്ടീസിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് 6 പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് പ്രസന്റിങ് വിഷ്വൽസ് എഫക്റ്റീവ്ലി. അടുത്ത് എന്ത് ചെയ്യണം, പ്രസന്റിങ് വിഷ്വൽസ് എഫക്റ്റീവ്ലി എന്നൊരു ടോപ്പിക്കാണ്. അതായത് വിഷ്വൽസ് എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം വിഷ്വൽ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു PPT അതൊക്കെ എന്താണ്, വിഷ്വൽസ് ആണ്. ഇമേജ് അതൊക്കെ വിഷ്വൽസ് ആണ്. എ വിഷ്വൽ ആൻഡ് സപ്ലിമെന്റ് വേർഡ്സ് വിത്ത് പിക്ചേഴ്സ്, ചാർട്ട്, ഗ്രാഫ്സ് ഓർ അതർ വിഷ്വൽ ഇൻഫർമേഷൻ. സോ എന്താണ് വിഷ്വൽ എന്ന് പറയുന്നത്? എന്തൊക്കെ വിഷ്വൽസ് വരാം? പിക്ചേഴ്സ് വരാം, ചാർട്ട് വരാം, ഗ്രാഫ്സ് ഓർ അതർ വൈറ്റൽ ഇൻഫർമേഷൻ, വിഷ്വൽ ഇൻഫർമേഷൻസ് ആണ് പിക്ചേഴ്സിൽ വരുന്നത്. They are important because they help the audience to understand and remember, increase the audience interest and okay. So presenting visuals effectively എന്നതിൽ എന്താണ് വിഷ്വൽസ് എന്നാണ് ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് they are important because they help the audience to understand and remember, increase the audience interest and act as notes or reminders for the speaker. അതാണ് വിഷ്വൽസിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രസന്റ് ചെയ്യുമ്പോൾ വിഷ്വൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അടുത്തെന്ന് വെച്ചാൽ ഡിബേറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ്. അപ്പോൾ ഡിബേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിബേറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, ഡിബേറ്റ് എന്താണ്? ഓക്കെ, രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് ഡിബേറ്റ്, രണ്ടാമത്തെ എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, GD എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. GD അതായത് നിങ്ങൾക്കൊരു ജോബിനൊക്കെ പോകുമ്പോൾ GD ഒരു ലെവലായിട്ട് വരും. അപ്പോൾ GD എന്ന് വെച്ചാൽ എന്താണ്? GD is a methodology. It is a methodology used by an organization to gauge whether the candidate has certain personality traits and or skills that it desire in its members. ഉണ്ടോ? ഇതിനെയാണ് GD യൂസ് ചെയ്യുന്നത്. അപ്പോൾ GD എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ GD എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു പേഴ്സണിനെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ സ്കിൽസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? GD യൂസ് ചെയ്യുന്നത്. അപ്പം GDൻ്റെ യൂസ് എന്താണ്? ഇതാണ് അതിൻ്റെ യൂസ്. എന്തിനാണ് GD യൂസ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളിപ്പം ഇനി ഒരു ജോബിനൊക്കെ നോക്കുമ്പോൾ GD ചില കമ്പനീസ് GD എന്നതൊരു ലെവലായിട്ട് വരും, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന കാര്യം മനസ്സിലാക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് GD യൂസ് ചെയ്യുന്നത്? GD is a methodology used by an organization to gauge or measure whether the candidate has certain personality traits and or skills that is desired in its members. In this methodology, the group of candidates is given a topic or a situation, given a few minutes to think about this scene and asked to discuss the topic among themselves of 5 to 20 minutes. Okay. അതായത് എന്ത് ചെയ്യുക, GDയിൽ എന്താ സംഭവിക്കുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു GD കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ ഒരു GD കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ GD കണ്ടക്ട് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് എന്താ സംഭവിക്കുക? നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും. ആ ഒരു ടോപ്പിക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ടോപ്പിക്ക് തരുക ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് 5 to 20 minutes ഡിസ്കസ് ചെയ്യണം. 5 to 20 minutes ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് GD കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കും. സോ ഓക്കെ, അപ്പോൾ പിന്നെ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് നീഡ്സ് ടു ലിസൺ ടു ഈച്ച് അതർ. അപ്പോൾ നമ്മളൊരു GD കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് അടുത്തായിട്ട് പറയുന്നത്. ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് നീഡ് ടു ലിസൺ ടു ഈച്ച് അതർ and use voice and gestures effectively
use clear language and personal style. Okay, personal styles. അപ്പോൾ ഒരു ജി ഡി കണ്ടക്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ത് ചെയ്യണം? ലിസൺ ടു ഈച്ച് അതർ. ഓക്കെ, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് നിങ്ങൾ ഒരു ജി ഡി കണ്ടക്ട് ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലാണ് ഒരു ജി ഡി കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ പേഴ്സൺസ് എന്ത് ചെയ്യണം? അതിലെ ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ ലിസൺ ചെയ്യണം. ഓക്കെ, ലിസൺ ടു ഈച്ച് അതർ ആൻഡ് യൂസ് വോയിസ് ആൻഡ് ഗെസ്റ്റേഴ്സ് എഫക്റ്റീവ്ലി. ഓക്കെ, എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം? വോയിസ് ആൻഡ് ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. ദെൻ യൂസ് ക്ലിയർ ലാംഗ്വേജ്. ഓക്കെ, യൂസ് ക്ലിയർ ലാംഗ്വേജ്. ഓക്കെ ഓക്കെ, യൂസ് ക്ലിയർ ലാംഗ്വേജ്. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ലിസൺ ടു ഈച്ച് അതർ, വോയിസ് ആൻഡ് ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്യുക, ക്ലിയർ ലാംഗ്വേജ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഒരു ജി ഡി ഗ്രൂപ്പ് മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ജി ഡിനെ കുറിച്ച് വേറെ പറയുന്നത് എന്താണ്? ജി ഡി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. ജി ഡി സ്ട്രക്ചേർഡ് ടു എക്സ്ചേഞ്ച് ദ ഐഡിയാസ് ഇൻ ജി ഡി ടേക്സ് പ്ലേസ് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് വേ. അപ്പോൾ ജി ഡി എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് വേയിലാണ് ജി ഡി നടക്കുക. ഓക്കെ, ജി ഡി ഇസ് എ സ്ട്രക്ചേർഡ്, ജി ഡി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. ജി ഡി ഇവാലുവേഷൻ, അടുത്ത ടോപ്പിക്, ജി ഡി ഇവാലുവേഷൻ ഈസ് ഡൺ ബൈ ദ സബ്ജക്റ്റ് എക്സ്പേർട്സ് ബേസ്ഡ് ഓൺ ദ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഒരു ജി ഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുക. എല്ലാവരും പോയല്ല അതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, സോ ജി ഡി ഇവാലുവേഷൻ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽപ്സ് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. അപ്പോൾ അടുത്തതായിട്ട് ജി ഡിൻ്റെ യൂസ് എന്താണ്? ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഹെൽപ്സ് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ജി ഡി യൂസ് ചെയ്യാം. ഓക്കെ, ഐദർ whether one is a student, a job seeker, or a professional engineer, or a company executive, one need to effective GD skills. അടുത്ത എന്താ പറയുന്നത്? ജി ഡി സ്കിൽസ് ആർക്കായാലും ആവശ്യമുണ്ട്. ഓക്കെ, അത് ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡൻ്റ് ആയാലും ജോബ് സീക്കർ ആയാലും പ്രൊഫഷണൽ എഞ്ചിനീയർ ആയാലും ജി ഡി സ്കിൽസ് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ജി ഡിയുടെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ജി ഡി ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. ഓക്കെ, അടുത്ത എന്താണ് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസ്കഷൻ, ജി ഡി ആൻഡ്, ഇതെന്ന് വെച്ചാൽ ജി ഡി ആണ്. ജി ഡി, ഇപ്പോൾ ജി ഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ഡിബേറ്റ്, ഡിബേറ്റും ജി ഡിയും തമ്മിലെ ഡിഫറൻസ് എന്താണെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ്? ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അറ്റൻഡൻസ് ഒന്ന് തന്നേട്ടോ. അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞ്. ഫാത്തിമ പ്രസന്റ് ആണോ? ഫാത്തിമ, കൈലാസ്, പ്രസന്റ് ആണോ? സർ, പ്രസന്റ്. ഓക്കെ, അനസ് റോഷൻ പ്രസന്റ് സർ. ഓക്കെ, ഫാത്തിമ സഹ, വൺ മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രസന്റിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് അറ്റൻഡൻസ് ഇട്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ ജി ഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജി ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ, അതായത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താനുണ്ട് എന്തായാലും.
അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ടോപ്പിക് ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ വാട്ട് ഇസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ? എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എൻ സോ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ബാക്കി നിങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. അടുത്തെന്താ പറയുന്നത്? ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ഇസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ? Group discussion is an exchange of idea, information, opinion between a group of people. Okay, a group of people. A group of people. But a debate is a formal context of argumentation between two individuals. Okay, അത് മനസ്സിലായി. അതാണ് ബേസിക് ആയിട്ട് വൺ ഡിഫറൻസ്. ഓക്കെ, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുക്കലുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആൻഡ് ഒപ്പീനിയൻ എക്സെട്ര ആണ്. But debate is a formal context of argumentation between two individual or team. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ GD ആൻഡ് ഡിബേറ്റ് ആർ, നമ്മളതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. വൺ ഇസ് ഓപ്പോസിങ് വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ടാവും, അത് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഒപ്പോസിങ് വാല്യൂസ് എന്ന് പറയും. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒപ്പോസിങ് വാല്യൂസ്. GD, പീപ്പിൾ മേ എക്സ്പ്രസ് ഡിഫറെൻറ്റ് വ്യൂസ് ഡ്യൂറിങ് GD, ബട്ട് GD ഡോണ്ട് നെസസറിലി ഹാവ് ടു ഒപ്പോസിങ് സൈഡ്സ്. സോ ഡിഫറെൻ്റ് വ്യൂസ് ആണ് പറയാം, പക്ഷെ അതെന്ത് പറയുന്നു? ഒപ്പോസിങ് സൈഡ്സ് ആയിരിക്കില്ല പറയുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ഡിബേറ്റിൽ എന്താണ്? ഡിബേറ്റിൽ എപ്പോഴും എന്ത് ആയിരിക്കും? ടു ഒപ്പോസിങ് സൈഡ്സ് ഉണ്ടാവും അതിൽ. അതേസമയം GD ആകുമ്പോഴിപ്പം ഒരാളൊരു കാര്യം പറഞ്ഞാലും മറ്റേ ആള് ഡിബേറ്റ് ആകുമ്പോൾ എതിർത്ത് പറയാൻ തന്നെ ചെയ്യാം. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നിങ്ങളിപ്പം ന്യൂസ് കാണുന്നല്ലേ, ന്യൂസ് കാണുന്നു. അപ്പോൾ ഈ ന്യൂസിലൊക്കെ എന്താ സംഭവിക്കുക? 4 ആൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ 4 ആളും എന്ത് പറയും? അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെക്കും അല്ലേ. അതായത് ഒരാൾ പറഞ്ഞാൽ എതിർത്തിട്ട് മാത്രമേ മറ്റേ ആൾ പറയുള്ളൂ അല്ലേ. അത് ബെസ്റ്റ് എക്സാമ്പിളാണ് ഡിബേറ്റിന്. നമ്മളിപ്പോൾ ന്യൂസ് അവറൊക്കെ ഡിബേറ്റാണ് ശരിക്കും. ഒരാൾ ഒന്ന് പറയും, മറ്റേ ആൾ അതിനെതിരായിട്ട് പറയും, അങ്ങനെ എല്ലാവരും കൂടി തല്ലി അടിയാവും. അപ്പോൾ GD എന്ന് വെച്ചാൽ എന്താണ്? GD എന്ന് വെച്ചാൽ ഇങ്ങനെ തമ്മിൽ അടിയാവുന്നൊരു സംഭവമല്ല GD. അതായത് എന്താണ്? ദാറ്റ് ഈസ് അവരുടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് ഒപ്പോസിങ് ആവണമെന്ന് മസ്റ്റ് ഒന്നല്ല. ഓക്കെ, അതാണ് ഒരു കാര്യം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോഴേ നിങ്ങൾ ഒരിക്കലും ഒരാൾ പറഞ്ഞാൽ എന്തായാലും ഓപ്പോസിറ്റ് ചെയ്ത് പറയണമെന്നൊന്നും ആരും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് പറയാം. ഓക്കെ, അതാണ് വൺ ഇത്. സെക്കൻഡ് ഇസ് കൺക്ലൂഷൻ. സോ വാട്ട് ഇസ് സെക്കൻഡ് വൺ? സെക്കൻഡ് പോയിന്റ് ഇസ് കൺക്ലൂഷൻ. GD ഡു നോട്ട് ഹാവ് എ കൺക്ലൂഷൻ. GDയിൽ എന്തുണ്ടാവില്ല? കൺക്ലൂഷൻ ഉണ്ടാവില്ല. ഡിബേറ്റിൽ എന്തുണ്ടാവും? കൺക്ലൂഷൻ ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ പോയിന്റ്. ഫോർമാലിറ്റി. GD ആർ മോർ ഇൻഫോർമൽ ദാൻ ഡിബേറ്റ്. അപ്പോൾ ഫോർമാലിറ്റി നോക്കുമ്പോൾ GD എന്താണ്? GD ആർ മോർ ഇൻഫോർമൽ ദാൻ ഡിബേറ്റ് എന്ന് പറയുന്നു. GD ആർ മോർ ഇൻഫോർമൽ ദാൻ ഡിബേറ്റ്. ഓക്കെ, GD ആർ മോർ ഇൻഫോർമൽ ദാൻ ഡിബേറ്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ, ഫോർമാലിറ്റി. പിന്നെ പർപ്പസ്. ഇപ്പോൾ പർപ്പസ് എന്താണ്? ഷെയറിങ് നോളജ്, ഇൻഫർമേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഒപ്പീനിയൻ. ഓക്കെ, അതാണ് GDയുടെ ഇത്. അതേസമയം ഡിബേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിബേറ്റ് അറ്റംപ്റ്റ്സ് ടു പെർsuade the listeners and the other side that their views is correct. അതായത് ഞാൻ പറഞ്ഞു, അതായത് അവരുടെ വ്യൂ ആണ് കറക്റ്റ് എന്ന് സമർത്ഥിക്കുക. ഓക്കെ, അതായത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയില്ല. അതാണ് സംഭവിക്കുന്നത് ഡിബേറ്റിൽ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 2-3 പേര് ഡിബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരാൾ ഒന്ന് പറഞ്ഞ് മറ്റേ ആളെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഇതാക്കും. അതിനെയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അതാണ് പർപ്പസ് അതിൻ്റെ. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഡിബേറ്റിന്റെ പർപ്പസ് എന്താണ്? ദ ഡിബേറ്റ്സ് അറ്റംപ്റ്റ് ടു പെർസ്വേഡ് ദ ലിസണേഴ്സ് ആൻഡ് അതർ സൈഡ് ദാറ്റ് ദർ വ്യൂ ഈസ് കറക്റ്റ്. ഓക്കെ, അതാണ് അതിന്റെ ഡിബേറ്റ്. അപ്പോൾ ഡിബേറ്റിൽ വിൻ ചെയ്യുന്ന ആളും എന്താണ്, അതായത് അയാളുടെ വ്യൂ കറക്റ്റ് ആണെന്ന് പറയുന്ന ആണ് ഡിബേറ്റിൽ വിൻ ചെയ്യുക. ഓക്കെ, അതേസമയം ജി ഡി എന്താണ്? ഷെയറിങ് നോളജ്, ഇൻഫർമേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഒപ്പീനിയൻ. അതിനു വേണ്ടിയിട്ടാണ് ജി ഡി യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കോമ്പറ്റീഷൻ. ജി ഡി ആർ നോട്ട് യൂഷ്വലി കോമ്പറ്റീറ്റീവ്. അപ്പോൾ ജി ഡി എന്തായിരിക്കില്ല? കോമ്പറ്റീറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജി ഡി ഈസ് നോട്ട് കോമ്പറ്റീറ്റീവ്. അതേസമയം ഡിബേറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് കോമ്പറ്റീറ്റീവ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് ആണ്. ഓക്കെ, കോമ്പറ്റീറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജി ഡി ആൻഡ് ഡിബേറ്റിൽ വരുന്നത്. നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് ജി ഡി. അപ്പോൾ ജി ഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് ജി ഡി, ഡൂസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എ ജി ഡി. അപ്പോൾ ജി ഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജി ഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ലിസൺ ടു ദ സബ്ജക്റ്റ് കെയർഫുള്ളി. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ജി ഡി കണ്ടക്ട് ചെയ്യുന്നു, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് ജി ഡി ഉണ്ട്, അതായത് ഒരു എക്സ്ട്രാ വർക്കായിട്ട് നിങ്ങൾക്ക് ജി ഡി ഉണ്ടാവും. അത് എപ്പോഴെങ്ങായിട്ട് ജി ഡി കണ്ടക്ട് ചെയ്യും. സോ ജി ഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൂസ് ഏതൊക്കെയാണ്? ഡൂസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ജി ഡി. ലിസൺ ടു ദ സബ്ജക്റ്റ് കെയർഫുള്ളി. സബ്ജക്റ്റ് എന്താണ്? അതായത് ഇന്ന ടോപ്പിക്ക്, ഞാൻ ഒരു ടോപ്പിക്ക് തന്നാൽ ആ ഒരു ടോപ്പിക്കാണ് ലിസൺ ചെയ്യാം. പുട്ട് ഡൗൺ യുവർ തോട്ട്സ് ഓൺ എ പേപ്പർ. അടുത്ത് എന്ത് ചെയ്യാം? ഞാൻ കുറച്ച് ടൈം തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുറച്ച് നിങ്ങളുടെ തോട്ട്സ് പേപ്പറിൽ എഴുതി വെക്കും. അടുത്തത് എന്ത് ചെയ്യണം? ഇനീഷ്യേറ്റ് യുവർ ഡിസ്കഷൻ. ഇനീഷ്യേറ്റ് യുവർ ഡിസ്കഷൻ. അപ്പോൾ ഇതായി രണ്ടാമത് ചെയ്യേണ്ടത് പുട്ട് ഡൗൺ. തേർഡ്, ഇനീഷ്യേറ്റ് യുവർ ഡിസ്കഷൻ ഇഫ് യു നോ ദ സബ്ജക്റ്റ് വെൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനീഷ്യേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലിസൺ ടു അതേഴ്സ്. എന്ത് ചെയ്യണം? അതേഴ്സിനെ ലിസൺ ചെയ്യണം. ഇഫ് യു ഡോണ്ട് നോ ദ സബ്ജക്റ്റ്, സപ്പോസ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഐഡിയ ഇല്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ലിസൺ ടു അതേഴ്സ് ഇഫ് യു ഡോണ്ട് നോ ദ സബ്ജക്റ്റ്. സപ്പോർട്ട് യുവർ പോയിന്റ് വിത്ത് സം ഡാറ്റ ആൻഡ് ഫിഗർ. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് പറയാം. അപ്പോൾ നിങ്ങളുടെ പോയിന്റ്സിന് എന്ത് ചെയ്യാം? വിത്ത് ഡാറ്റ ആൻഡ് ഫിഗേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, സപ്പോർട്ട് യുവർ പോയിന്റ് വിത്ത് ഡാറ്റ ആൻഡ് ഫിഗർ. ഓക്കെ, അപ്പോൾ 5 പോയിന്റ്സ് ആയി. അപ്പോൾ ഇതൊക്കെയാണ് ഡൂസ് എന്ന് പറയുന്നത്. ഡൂസ്. ഓക്കെ, ഡൂസ് വായിച്ച് നോക്കുക, മനസ്സിലാവും. മേക്ക് ഷോർട്ട് കോൺട്രിബ്യൂഷൻ 25 to 30 seconds 3 to 4 times. ഓക്കെ, അതായത് നിങ്ങൾ ജി ഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരാൾക്ക് എന്തായാലും ഒരു പേഴ്സൺ എന്ത് ചെയ്യണം? ഷോർട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കണം. ഒരു 25 to 30 seconds 3 to 4 times. ഇത് കണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ജി ഡി ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് നിൽക്കരുത്. എന്ത് വേണം? ഒരു 25 to 30 seconds 3 to 4 times ആ ജി ഡിയിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതൊക്കെ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എന്നതിനെക്കാട്ടി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. സോ ഗിവ് അതേഴ്സ് എ ചാൻസ് ടു സ്പീക്ക്. എന്ത് വേണം? മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. ഓക്കെ, അതായത് നിങ്ങൾ തന്നെ ഒരേ സംസാരം തുടർന്നുകൊണ്ടിരിക്കരുത്, അതും മോശമാണ്. ഓക്കെ, സോ ഗിവ് അതേഴ്സ് എ ചാൻസ് ടു സ്പീക്ക്. സ്പീക്ക് പൊളൈറ്റ്ലി. നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പൊളൈറ്റായിട്ട് ആൻഡ് പ്ലസൻ്റ്ലി സ്പീക്ക് ചെയ്യണം. ഓക്കെ, റെസ്പെക്ട് ദ കോൺട്രിബ്യൂഷൻ ഫ്രം അതർ മെമ്പേഴ്സ്. ഓക്കെ, അതർ മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. ഡിസഗ്രി പൊളൈറ്റ്ലി. ഡിസഗ്രി പൊളൈറ്റ്ലി. പൊളൈറ്റായിട്ട് എന്ത് ചെയ്യണം? ഡിസഗ്രി ചെയ്യണം. നിങ്ങൾക്ക് ഡിസഗ്രി ചെയ്യാം, അത് എങ്ങനെയായിരിക്കണം? പൊളൈറ്റായിട്ട് ഡിസഗ്രി ചെയ്യണം. ആൻഡ് അഗ്രി വിത്ത് വാട്ട്സ് റൈറ്റ്.
അതുപോലെ തന്നെ എന്ത് ചെയ്യാം, കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന്, റൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എഗ്രി ചെയ്യണം. ഓക്കെ, സോ ഓൾറെഡി പറഞ്ഞു ഡിബേറ്റും ജി ഡിയും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അതാണ്. നെക്സ്റ്റ്, സമ്മറൈസ് ദ ഡിസ്കഷൻ ഇഫ് ദ ഗ്രൂപ്പ് ഹാസ് നോട്ട് റീച്ച്ഡ് എ കൺക്ലൂഷൻ. സപ്പോസ് ഒരു ജി ഡി നടന്നു, ഡിസ്കഷൻ നടന്നു, അതിങ്ങനെ എൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ എടുക്കാണ്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ജി ഡിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഡോൺസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഡോൺസ് ഏതൊക്കെയാണ്? ഇനീഷ്യേറ്റ് ദ ഡിസ്കഷൻ ഇഫ് യു ഡോണ്ട് ഹാവ് സഫിഷ്യന്റ് നോളജ് അബൌട്ട് ദ ഗിവൺ ടോപ്പിക്. അടുത്തതായിട്ട് എന്താ പറയുന്നത്? ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് നിങ്ങൾക്ക് ജി ഡി ഉണ്ടാവും, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഡോൺസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജി ഡി. ഓക്കെ, ഡോൺസ് ആണ്. ഡോൺസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നല്ല നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ഇനീഷ്യേറ്റ് ദ ഡിസ്കഷൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ സഫിഷ്യന്റ് knowledge about the given topic. ഓക്കെ, ഡോണ്ട് ആണ് കേട്ടോ, ഇതുണ്ടോ, ഡോണ്ട് ആണ്. ഓക്കെ, ഡോണ്ട് ഇനീഷ്യേറ്റ് എന്നാണ് പറയുന്നത്. ഡോണ്ട് ഇനീഷ്യേറ്റ് ദ ഡിസ്കഷൻ ഇഫ് യു ഡോണ്ട് ഹാവ് എക്സെപ്ഷൻ. ഓവർ സ്പീക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ഓവർ സ്പീക്ക് ചെയ്യാൻ പാടില്ല. ഓവർ സ്പീക്ക്, ഇന്റർവീൻ എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക. ആൻഡ് സ്നാച്ച് അതർ ചാൻസ്. സ്നാച്ച് അതർ ചാൻസ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസരം തട്ടിയെടുക്കുക. ഓക്കെ, സ്നാച്ച് അതർ ചാൻസ് ടു സ്പീക്ക്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ആർഗ്യൂ ആൻഡ് ഷൗട്ട് ഡ്യൂറിങ് ദ ജി ഡി ഈസ് നോട്ട് അലൗഡ്. ആർഗ്യൂ ചെയ്യാൻ പാടില്ല, ഷൗട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ജി ഡിയിൽ അതൊന്നും അലൗഡ് അല്ല. അതേസമയം ഡിബേറ്റിൽ അതൊക്കെ അലൗഡ് ആയിരിക്കും. ഓക്കെ, ലുക്ക് അറ്റ് ദ എവാലുവേറ്റർ ഓർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. എന്ത് ചെയ്യാൻ പാടില്ല എന്നാ? ഇതൊക്കെ ഡോൺസ് ആണ് കേട്ടോ, ഇത് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഡോണ്ട് ആണ്. ഡോണ്ട്, ഇതെല്ലാം ഡോൺസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഡോണ്ട് ലുക്ക് അറ്റ് ദ ഇവാലുവേറ്റർ ഓർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ഡോണ്ട് ടോക്ക് ഇറലവന്റ് തിങ്സ്. ഓക്കെ, ഡോണ്ട് ടോക്ക് ഇറലവന്റ് തിങ്സ്. ഓക്കെ, pose negative body gestures like don't pose ആണ്, don't pose. Okay, don't ആണ്. Okay, don't pose negative body gestures like touching the nose. ഉണ്ടോ? ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് പോസ് നെഗറ്റീവ് ബോഡി ഗസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടച്ചിങ് ദ നോസ്, ലീനിങ് ബാക്ക് ഓൺ ദ ചെയർ, നോക്കിംഗ് ദ ടേബിൾ വിത്ത് എ പെൻ എക്സെട്ര. ഇതൊക്കെ നെഗറ്റീവ് ഗസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് ഗസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പോൾ നെഗറ്റീവ് ഗസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? നിഖിൽദാസ് ഒന്ന് പറഞ്ഞ്. നിഖിൽദാസ് ഉണ്ടോ ഇവിടെ? നിഖിൽദാസ്. ഓക്കെ, ഏതൊക്കെ നെഗറ്റീവ് ബോഡി ഗസ്റ്റേഴ്സ്? ടച്ചിങ് ദ നോസ്, അതായത് മൂക്ക് എന്ത് ചെയ്യുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ലീനിങ് ബാക്ക് ഓൺ ദ ചെയർ. ഓക്കെ, നോക്കിംഗ് ദ ടേബിൾ, അതൊക്കെ നെഗറ്റീവ് ഗസ്റ്റർ, അതൊന്നും പാടില്ല. ട്രൈ ടു ഡോമിനേറ്റ് ദ ഡിസ്കഷൻ. എന്ത് ചെയ്യാൻ നോക്കണം? ഡിസ്കഷനിൽ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കാൻ പാടില്ല. ഓക്കെ, ഡോണ്ട് ട്രൈ ടു ഡോമിനേറ്റ് ദ. അപ്പോൾ ഇതൊക്കെ ഡോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ജി ഡി അഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്തത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ. അപ്പോൾ ജി ഡിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്ട്, സോൾവ് പ്രോബ്ലം, ഇംപ്രൂവ് ലിസണിങ് ആൻഡ് listening skills and confidence, enhance communication and interpersonal skill, team building exercise. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ജി ഡി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജി ഡിയുടെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞത്. പിന്നെ അടുത്തത് ബ്രെയിൻ സ്റ്റോമിങ് ദ ടോപ്പിക്. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിങ് ദ ടോപ്പിക്. അപ്പോൾ അടുത്ത ബ്രെയിൻ സ്റ്റോമിങ് ദ ടോപ്പിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് സിമുലേറ്റിംഗ് ദ ബ്രെയിൻ ഇൻ ഓർഡർ ടു കം അപ്പ് വിത്ത്
original ideas. Okay, the primary objective is to get your mind out of the box by producing many solutions as possible. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എൻ്റർ ചെയ്തൊരു സെക്ഷനാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന സെക്ഷൻ. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിങ്. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിങ് ദ ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ടോപ്പിക് തന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വളരെ റാൻഡമായിട്ട് ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, so that is actually called the brainstorming. So what is brainstorming? uh, get your mind out of producing many solutions as possible. Later you can evaluate all these options and delete which one is more suitable for the situation you are trying to work out. Okay, അപ്പോൾ എന്ത് ചെയ്യാം? കുറേ സൊല്യൂഷൻസ് നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡിലീറ്റ് ചെയ്താണ്. അതിനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന കൺസെപ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺഫറൻസ് ടെക്നിക് ബൈ വിച്ച് എ ഗ്രൂപ്പ് അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അതായത് ഒരു ഗ്രൂപ്പ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. ഇറ്റ് ഈസ് എ കോൺഫറൻസ് ടെക്നോളജി. It is a conference technology by which a group attempts to find a solution for a specific problem. By okay, next, the rules of brainstorming. Brainstorming the rules ഏതൊക്കെയാണ്? No criticism of ideas. Okay, no criticism of ideas. Go for large quantities of ideas. Build on each other ideas. Encourage wild and encouraged ideas. അപ്പോൾ ഇതൊക്കെ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ റൂൾസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. സപ്പോസ് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അവരെല്ലാം കൂടി കുറേ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്തിന് അനാവശ്യമായ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഒരു ഫൈനൽ സൊല്യൂഷനിൽ എത്തുന്നതിനാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബ്രെയിൻ സ്റ്റോമിങ് ദ ടോപ്പിക് എന്നാൽ. അതായത് ജി ഡിയിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ജി ഡിയിൽ ബ്രെയിൻ സ്റ്റോമിങ് ദ ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? നെക്സ്റ്റ്, അടുത്തത് ജി ഡി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ജി ഡി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? റീഡ് വൊറാക്യുലസ്ലി, അതായത് എന്ത് ചെയ്യണം? ഒരുപാട് റീഡ് ചെയ്യുക. ഇനീഷ്യേറ്റ് ദ ഡിസ്കഷൻ ഇഫ് യു നോ ദ സബ്ജക്റ്റ് വെൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് സബ്ജക്റ്റ് നന്നായിട്ട് അറിയെങ്കിലും മാത്രം സ്റ്റാർട്ട് ചെയ്യുക. സ്പീക്ക് പൊളൈറ്റ്ലി, ബി പ്രിസൈസ്ഡ്, acquire and apply knowledge, agree with the right, speak confidentially, moderately, use positive body language, be a team player. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്? സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ജി ഡിയിലെ സ്ട്രാറ്റജീസ്, ജി ഡി സ്ട്രാറ്റജീസ് എന്ന ടോപ്പിക്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ജി ഡി സ്കിൽസ്. ജി ഡി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ലാസ്റ്റ് ടോപ്പിക്കാണ്. സോ ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ജി ഡി സ്കിൽസ്. മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ആസ് മച്ച് ന്യൂസ് ആസ് പോസിബിൾ. Make sure that you speak loudly and clearly. You should note that you are really not bounded to think one way. Okay. Next, you should know what the topic is really is. Alertness and presence of mind, out of the box thinking. Okay. അപ്പോൾ ഇത്രയാണ് എന്ത് വേണ്ടത്? ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ജി ഡി സ്കിൽസ്. അപ്പോൾ ജി ഡി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദ ജി ഡി സ്കിൽസ് എന്നാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മോഡ്യൂൾ 3 വരുന്നത്. അപ്പോൾ മോഡ്യൂൾ 3 നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ മോഡ്യൂൾ 3 നിങ്ങളിത് വായിച്ച് പഠിക്കുക. നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണിത്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി മോഡ്യൂൾ 3, 5 ഒക്കെ. ഓക്കെ, 3, 5 ഒക്കെ നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇപ്പോൾ ഈ ഒരു 1 hourൽ ഞാനിത് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓറൽ പ്രസൻറ്റേഷൻ, വോയിസ് മോഡുലേഷൻ, ടോണ്, പിന്നെ പ്രസൻറ്റേഷൻ സ്കിൽസ്, ഓക്കെ, ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻട്രൊഡക്ഷൻ ടു ജി ഡി, ഡിഫറൻസ് ബിറ്റ്വീൻ ജി ഡി, ഡിബേറ്റ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ജി ഡി,
അണ്ടർസ്റ്റാൻഡിങ് GD, ബ്രെയിൻ സ്റ്റോമിൻ്റെ ടോപ്പിക്ക്. ഓക്കെ, ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദ GD സ്കിൽസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഈ നോട്ട്സിലുണ്ട്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തിട്ട് നോളജ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നോട്ട്സ് ടെക്സ്റ്റിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അതിൽ തന്നെ വളരെ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് ഈ നോട്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് ടെക്സ്റ്റ് ബുക്കും കൂടി യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മോഡ്യൂൾ 3 പെൻഡിങ് ആയിട്ടുണ്ടായതെന്നാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 3 കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ബേസിക്കായിട്ട് പറയുകയാണ്, അതായത് ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അത് വായിച്ച് പഠിക്കണം. അത് മെറ്റീരിയൽസ് ആവാം, ബുക്സ് ആവാം, നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് ആവാം, നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക തന്നെ ചെയ്യണം. എനിക്കൊരു ജസ്റ്റ് ഒരു ഗൈഡൻസ് തരാനൊക്കെ പറ്റും. സോ ബാക്കി നിങ്ങൾ പഠിച്ചിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡ്യൂൾ 3 ഞാൻ ഇനി ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. ആ ടൈം നമുക്ക് മോഡ്യൂൾ 5 ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാം.